നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നെറ്റിലൊക്കെ എൻ്റെ ഇന്ന കോളേജിലെ അധ്യാപകന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട്. കോവിഡ് വന്നിട്ട് മരുന്ന് കഴിച്ചിട്ടുള്ള ആയുർവേദ മരുന്ന് കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു പഠന റിപ്പോർട്ട് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അത് നോക്കിയാൽ അറിയാം, നമ്മളുടെ തന്നെ സർക്കാർ പല പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു ആയുർവേദത്തിന്റെ. എന്താണ് സ്വാസ്ഥ്യം, ആയുഷ്യം, സുഖായുഷ്യം, പുനർജീവനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പദ്ധതികൾ വന്നിരുന്നു. അതായത് വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്ക് കോവിഡ് വരാതെ മരുന്ന് കൊടുക്കാന്. അതുപോലെ തന്നെ പ്രവാസികൾ, പണ്ട് നമ്മൾ പ്രവാസികളൊക്കെ അധികം ഭയപ്പെട്ടിരുന്നു അല്ലെ, കോവിഡ് ഉള്ള സമയത്ത് അവർ കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കോവിഡിന്. അപ്പൊ അത്തരത്തിൽ പ്രവാസികൾ, അന്യദേശങ്ങളിൽ നിന്നും വരുന്ന പ്രവാസികൾക്ക് കൊടുക്കാനായിട്ടുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാരിൽ കൊടുക്കാനായിട്ടുള്ള മരുന്നുകൾ, കോവിഡ് വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് അവരുടെ നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, അങ്ങനെ ഗ്രൂപ്പുകളായിട്ട് മരുന്നുകൾ ആയുർവേദം കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ റിപ്പോർട്ട് വരുന്നത് എന്ന് പറയുന്നത്, പ്രവാസികൾക്കൊക്കെ കൊടുത്തപ്പോഴത്തേക്കും അവരിൽ വളരെ ചെറിയ ശതമാനം ആയുർവേദ മരുന്ന് കഴിച്ച പ്രവാസികളിൽ വളരെ ചെറിയ ശതമാനത്തോളം മാത്രം ആൾക്കാർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഒരു മരുന്നും ആയുർവേദ മരുന്ന് കഴിക്കാത്ത ആൾക്കാരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, ആയുർവേദത്തിന് ഇത്രയധികം പ്രാധാന്യം ഉണ്ട് എന്ന്. ഇത്തരത്തിലുള്ള ഈ ഒരു രോഗം വളരെ മൂർച്ഛിച്ച് നമ്മൾക്ക് നിയന്ത്രിക്കാനും പറ്റുന്നതിലും അധികമായിട്ട് ഒരു കാലത്ത് ഇത് വർദ്ധിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു അല്ലെ. അങ്ങനെയാണ് ലോക്ക്ഡൌൺ വന്നത്. അപ്പോഴൊക്കെ ആയുർവേദം തന്റേതായിട്ടുള്ള ആ ഒരു മുദ്ര അവിടെ വെച്ചിരുന്നു. തന്റേതായിട്ടുള്ള ആ ഒരു എന്താണ് രോഗപ്രതിരോധ ശേഷിയിലൂടെ ആൾക്കാരെ അത് തിരിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആയുർവേദം വളരെ വലിയൊരു പങ്കാണ് വഹിച്ചിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആയുർവേദത്തെയാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ സഹായമാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ് തേടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് വന്നിട്ടുള്ളത്. ആയുർവേദത്തിലെ ശ്രേഷ്ഠം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ശ്രേഷ്ഠം, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, ലിവറിന്റെ ഇത്തരത്തിലുള്ള അവയവങ്ങൾക്ക് വരുന്ന രോഗങ്ങളിലെ ഇന്ന ഔഷധങ്ങളാണ് ശ്രേഷ്ഠം പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഓരോ പ്രൊഡക്ട്സുമാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ജനങ്ങള് തേടി വരികയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ആയുർവേദ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു എന്ത്, ഇത് വാർദ്ധക്യത്തിൽ വരുന്ന സന്ധിവേദനയ്ക്കോ എണ്ണയിട്ട് കിഴിവെക്കാനും ഒക്കെ മാത്രമാണ് ആയുർവേദം എന്ന്. പക്ഷെ പലർക്കും അറിയില്ല, ആയുർവേദത്തിൽ പല ശാഖകളുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക്, അതുപോലെ തന്നെ എന്താണ് വിഷബാധ ഏൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ, ജനറൽ മെഡിസിൻ ആയുർവേദത്തിലുണ്ട്, ENT ആയുർവേദത്തിലുണ്ട്, ഒഫ്താൽമോളജി ആയുർവേദത്തിലുണ്ട്. അപ്പൊ ഇതൊന്നും ആൾക്കാർക്ക് അത്ര കണ്ട് അറിയാത്തതായിരുന്നു മുൻ കാലഘട്ടത്തിൽ. ഇന്നിപ്പോ ഈ കോവിഡ് വന്നപ്പോഴത്തേക്കും ആൾക്കാർ നമ്മളുടെ ഒരുപാട് എന്താണ് ലേഹ്യങ്ങളൊക്കെ വേഗമാണ് മാർക്കറ്റിൽ നിന്നും വിറ്റഴിഞ്ഞ് പോയിട്ടുള്ളത്. നമ്മളുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കവചപ്രാവശ്യം ഒക്കെ അതിന്റെ ഡിമാൻഡ് ഒക്കെ വളരെയധികം കൂടിയിരുന്നു. അപ്പൊ അത്രയധികം പ്രാധാന്യമാണ് ആയുർവേദത്തിന് ഇനിയും വരാൻ പോകുന്ന സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ആയുർവേദത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കുറച്ച് ആൾക്കാരെ നമുക്ക് നോക്കാം. നമ്മളുടെ പ്രോജക്ട് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ KK രാജേഷ് സർ, അതുപോലെ തന്നെ നമ്മളുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആയിട്ടുള്ള DVA നാരായണൻ സർ, അതുപോലെ തന്നെ ഗൗണ്ടൻ സർ, സുരേഷ് സർ, അതുപോലെ തന്നെ ശർമ്മ ബ്രദേഴ്സ്, നമ്മളുടെ പാക്കേജിംഗ് ടീമായിട്ടുള്ള മൃണാലിനി, ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മളുടെ ഓരോ പ്രൊഡക്ട്സും വിപണിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു ഫസ്റ്റ് എയ്ഡിൽ വേണ്ടത് മുതൽ ഓരോ അവയവത്തിനും വേണ്ടതായിട്ടുള്ള അതിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടുള്ള ഓരോ പ്രൊഡക്ട്സും ആണ് എലമെന്റ്സ് വെൽനെസ് മുന്നോട്ട് വെച്ചത്.